നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. മിഥുനൻ രാശിയിൽ ജനിച്ച മകയിര്യം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2026 ഏറ്റവും പ്രധാനപ്പെട്ട 3 മാസങ്ങളെ കുറിച്ചാണ്, അതായത് ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ വ്യക്തിത്വത്തെയും ആരോഗ്യത്തെയും സൂചിപ്പിക്കുന്ന 1-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. ഇത് നിങ്ങൾക്ക് നല്ല ബുദ്ധിയും ആത്മവിശ്വാസവും നൽകാൻ സഹായിക്കും. ധൈര്യത്തെയും സഹോദരങ്ങളെയും സൂചിപ്പിക്കുന്ന 3-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നു. ഭാഗ്യത്തിന്റെയും ദൂരയാത്രകളുടെയും സ്ഥാനമായ 9-ാം ഭാവത്തിൽ രാഹുവിനോടൊപ്പം നിങ്ങളുടെ രാശ്യാധിപനായ ബുധൻ നിൽക്കുന്നു. ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ കർമ്മമണ്ഡലത്തെ സൂചിപ്പിക്കുന്ന 10-ാം ഭാവത്തിൽ സൂര്യൻ, ചൊവ്വ, ശനി എന്നീ 3 ശക്തരായ ഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഇത് കരിയറിൽ വലിയ ഉത്തരവാദിത്തങ്ങളും മാറ്റങ്ങളും ഉണ്ടാക്കുമെന്ന് സൂചിപ്പിക്കുന്നു. ലാഭത്തിന്റെയും നേട്ടങ്ങളുടെയും സ്ഥാനമായ 11-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് സാമ്പത്തികമായി ചില ഗുണങ്ങൾ ലഭിക്കാൻ സഹായിക്കും. മിഥുനൻ രാശിയുടെ അധിപൻ ബുധനാണ്. അതുകൊണ്ട് തന്നെ ബുധൻ എവിടെ നിൽക്കുന്നു എന്നത് നിങ്ങൾക്ക് വളരെ പ്രധാനമാണ്. ഈ 3 മാസങ്ങളിൽ ബുധൻ 9, 10, 11, 12 എന്നീ ഭാവങ്ങളിലൂടെ മാറി മാറി സഞ്ചരിക്കും. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം മെയ് 15 മുതൽ മെയ് 29 വരെയാണ്. ഈ കാലയളവിൽ ബുധൻ നിങ്ങളുടെ 12-ാം ഭാവത്തിലേക്ക് മാറുന്നു. ജ്യോതിഷത്തിൽ 12-ാം ഭാവം എന്നത് ചെലവുകളെയും ആരോഗ്യത്തെയും സൂചിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് മെയ് പകുതി മുതൽ ജൂൺ ആദ്യവാരം വരെ പണച്ചെലവുകൾ നിയന്ത്രിക്കാനും ആരോഗ്യകാര്യങ്ങളിൽ അല്പം കൂടുതൽ ശ്രദ്ധ നൽകാനും മറക്കരുത്. മിഥുനൻ രാശിക്കാർക്ക് ഈ 3 മാസ കാലയളവിൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ 2 വ്യത്യസ്തമായ അവസ്ഥകളാണ് വരാനിരിക്കുന്നത്. മെയ് മാസം പകുതി വരെ, അതായത് മെയ് 15 വരെ നിങ്ങളുടെ ആരോഗ്യനില വളരെ തൃപ്തികരമായിരിക്കും. ഈ സമയത്ത് ശരീരത്തിന് രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ അസുഖങ്ങൾ പോലും നിങ്ങളെ ബാധിക്കാൻ സാധ്യത കുറവാണ്. ശാരീരികമായ കരുത്ത് മാത്രമല്ല, മാനസികമായി വലിയ ആത്മവിശ്വാസവും ധൈര്യവും ഈ കാലയളവിൽ നിങ്ങൾക്കുണ്ടാകും. മെയ് 15 കഴിഞ്ഞാൽ ഏകദേശം 20 ദിവസത്തോളം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അല്പം കൂടുതൽ ജാഗ്രത പാലിക്കണം. ഇതിന് കാരണം നിങ്ങളുടെ രാശ്യാധിപനായ ബുധൻ 12-ാം ഭാവത്തിലേക്ക്, അതായത് ചെലവുകളുടെയും നഷ്ടങ്ങളുടെയും സ്ഥാനത്തേക്ക് മാറുന്നതാണ്. ഈ സമയം തൊലിപ്പുറത്തുണ്ടാകുന്ന ചൊറിച്ചിൽ, തടിപ്പ് അല്ലെങ്കിൽ ഇൻഫെക്ഷനുകൾ എന്നിവ വരാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥാ മാറ്റം മൂലമോ കഴിക്കുന്ന ഭക്ഷണത്തിലെ അപാകതകൾ മൂലമോ അലർജി പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടിയേക്കാം. പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും പുതിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴും ഈ 20 ദിവസം പ്രത്യേകം ശ്രദ്ധ വേണം. ചുരുക്കത്തിൽ മെയ് മാസം ആദ്യ പകുതിയിൽ നിങ്ങൾ വളരെ ഉന്മേഷവാന്മാരായിരിക്കും. എന്നാൽ മെയ് പകുതിക്ക് ശേഷം ഭക്ഷണത്തിലും വ്യക്തി ശുചിത്വത്തിലും അല്പം കൂടുതൽ ശ്രദ്ധ നൽകിയാൽ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ഈ ഘട്ടം മറികടക്കാൻ സാധിക്കും. മിഥുനൻ രാശിക്കാരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2026 ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടം പഠനകാര്യങ്ങളിൽ വളരെ മികച്ചതാണ്. ഈ 3 മാസവും പഠനകാര്യങ്ങളിൽ നിങ്ങൾക്ക് വലിയ തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. സാധാരണ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് പോലും ഈ സമയത്ത് കൂടുതൽ താല്പര്യത്തോടെ പഠിക്കാൻ സാധിക്കും. ഏപ്രിൽ 19 മുതൽ മെയ് 14 വരെയുള്ള സമയം മിഥുനൻ രാശിക്കാർക്ക് വളരെ പ്രധാനമാണ്. ഈ സമയത്ത് ശുക്രൻ നിങ്ങളുടെ 12-ാം ഭാവത്തിലേക്ക് വരുന്നു. ജ്യോതിഷപ്രകാരം 12-ാം ഭാവം അത്ര നല്ലതല്ലെങ്കിലും ശുക്രന്റെ ഇടവൻ രാശിയിലേക്കുള്ള ഈ മാറ്റം അവിടെ വിപരീത രാജയോഗമെന്ന പ്രത്യേക അവസ്ഥയ്ക്ക് കാരണമാകും. ഇതിനർത്ഥം സാധാരണഗതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകേണ്ട സ്ഥാനത്ത് നിന്ന് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യവും വിജയവും ലഭിക്കുമെന്നാണ്. ഈ സമയം പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തെടുക്കാനും മനസ്സ് ചഞ്ചലപ്പെടാതെ ഒരേ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഇത് പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സഹായിക്കും. നിങ്ങൾ ഏതെങ്കിലും പുതിയ കോഴ്സുകളിൽ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. പ്രത്യേകിച്ചും ഉപരിപഠനത്തിനോ പ്രവേശന പരീക്ഷകൾക്കോ തയ്യാറെടുക്കുന്നവർക്ക് ഈ സമയം അനുകൂലമായിരിക്കും.
മത്സര പരീക്ഷകൾക്കായി ഏതെങ്കിലും പ്രത്യേക പരിശീലന കേന്ദ്രങ്ങളിൽ ചേരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മടിക്കേണ്ടതില്ല, അത് നിങ്ങൾക്ക് ഗുണകരമാകും. വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവിനൊത്ത ഫലം ലഭിക്കുന്ന കാലമാണിത്. കൃത്യമായ പ്ലാനിങ്ങോടെ പഠിച്ചാൽ വലിയ നേട്ടങ്ങൾ ഈ 3 മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. മിഥുനൻ രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം 2026 ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടം വളരെ പ്രതീക്ഷാ നിർഭരമാണ്. പൊതുവെ നോക്കിയാൽ ഈ 3 മാസവും നിങ്ങളുടെ ദാമ്പത്യം സമാധാനപരമായിരിക്കും. പങ്കാളിയുമായുള്ള ബന്ധം ഊഷ്മളമായി തുടരാൻ ഈ ഗ്രഹനില സഹായിക്കും. ജൂൺ 2-ാം തീയതിക്ക് ശേഷം നിങ്ങളുടെ ജാതകത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ഭാഗ്യഗ്രഹമായ വ്യാഴം നിങ്ങളുടെ 2-ാം ഭാവത്തിലേക്ക്, അതായത് കുടുംബം, സമ്പത്ത് എന്നിവയുടെ സ്ഥാനത്തേക്ക് മാറുന്നു. അവിടെ വ്യാഴം ഉച്ചസ്ഥനാകുന്നു. ഒരു ഗ്രഹം അതിന്റെ ഏറ്റവും ശക്തമായ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഉച്ചസ്ഥൻ എന്ന് പറയുന്നത്. വ്യാഴം ഈ സ്ഥിതിയിൽ നിൽക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന് വലിയ ഗുണങ്ങൾ നൽകും. വ്യാഴത്തിന്റെ ഈ ശക്തമായ സാന്നിധ്യം നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വലിയ വിജയങ്ങൾ കൊണ്ടുവരും. അവരുടെ ജോലിയിലോ ബിസിനസ്സിലോ വലിയ പുരോഗതിയോ സ്ഥാനക്കയറ്റമോ ഉണ്ടായേക്കാം. പങ്കാളിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വലിയ സന്തോഷം നൽകുന്ന എന്തെങ്കിലും വാർത്തകൾ കേൾക്കാൻ സാധിക്കും. പങ്കാളിയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നത് നിങ്ങളുടെ കുടുംബത്തിനും ഗുണകരമാകും. ഈ സമയത്ത് നിങ്ങളുടെ പങ്കാളി അല്പം നിർബന്ധ ബുദ്ധി കാണിക്കാൻ സാധ്യതയുണ്ട്. ചില കാര്യങ്ങളിൽ താൻ പറയുന്നത് തന്നെ നടക്കണമെന്ന ശാഠ്യം അവർ കാണിച്ചേക്കാം. എന്നാൽ ഇത് വെറുമൊരു സ്വഭാവ മാറ്റം മാത്രമാണ്. ഇതിന്റെ പേരിൽ നിങ്ങളുടെ ബന്ധത്തിൽ വലിയ പിണക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകില്ല. പങ്കാളിയുടെ ആ സ്വഭാവത്തെ അല്പം വിട്ടുവീഴ്ചയോടെ സമീപിച്ചാൽ ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാം. ചുരുക്കത്തിൽ നിങ്ങളുടെ പങ്കാളിയുടെ ഉന്നതിക്കും കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും ഈ മാസങ്ങൾ സാക്ഷ്യം വഹിക്കും. അല്പം വിട്ടുവീഴ്ചകൾ ചെയ്താൽ ദാമ്പത്യം കൂടുതൽ മനോഹരമാക്കാം. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ 3 മാസങ്ങൾ അവരുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ച സമയങ്ങളിലൊന്നായിരിക്കും. ഇതിനെ ഒരു സുവർണ കാലഘട്ടം എന്ന് തന്നെ വിളിക്കാം. മിഥുനൻ രാശിക്കാരുടെ ഭാഗ്യാധിപൻ അഥവാ 9-ാം ഭാവത്തെ നയിക്കുന്ന ഗ്രഹം ശനിയാണ്. ഈ ശനി ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ 10-ാം ഭാവത്തിലാണ്. 10-ാം ഭാവം എന്നത് നമ്മുടെ ജോലിയെയും ബിസിനസിനെയും കർമ്മമണ്ഡലത്തെയും സൂചിപ്പിക്കുന്ന സ്ഥാനമാണ്. ഭാഗ്യാധിപൻ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം മുഴുവൻ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വന്നു നിൽക്കുന്നു എന്നതിന്റെ സൂചനയാണ്. അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യത്തിന്റെ വലിയൊരു പിന്തുണ നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കും. തൊഴിൽ മേഖലയിൽ നിങ്ങളൊരു രാജാവിനെ പോലെ തിളങ്ങും. ഇതിനർത്ഥം ജോലി സ്ഥലത്ത് നിങ്ങളുടെ വാക്കിന് വലിയ വിലയുണ്ടാകുമെന്നാണ്. നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടും. സഹപ്രവർത്തകർക്കിടയിലും മേലുദ്യോഗസ്ഥർക്കിടയിലും നിങ്ങൾക്ക് വലിയ ബഹുമാനവും ആദരവും ലഭിക്കും. നേതൃസ്ഥാനങ്ങളിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെടാൻ സാധ്യതയുള്ള സമയമാണിത്. ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം കരിയറിൽ വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിക്കാം. കാലങ്ങളായി നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രൊമോഷൻ ഈ സമയത്ത് ലഭിച്ചേക്കാം. മെച്ചപ്പെട്ട ശമ്പളത്തോടും അധികാരത്തോടും കൂടിയ പുതിയൊരു ജോലിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ശാഖകൾ തുടങ്ങാനോ വലിയ ലാഭമുണ്ടാക്കാനോ ഉള്ള അവസരങ്ങൾ വന്നു ചേരും. ഗ്രഹനില എത്ര അനുകൂലമാണെങ്കിലും അതിനൊത്ത പരിശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അർഹമായ ഫലം ലഭിക്കും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾ എത്രത്തോളം അധ്വാനിക്കുന്നുവോ അതിന്റെ ഇരട്ടി ഫലം ഭാഗ്യത്തിന്റെ അകമ്പടിയോടെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുമെന്നാണ്. മടിച്ചിരിക്കാതെ കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു തീർത്താൽ ഈ സുവർണാവസരം നിങ്ങൾക്ക് പൂർണ്ണമായും പ്രയോജനപ്പെടുത്താം. മിഥുനൻ രാശിക്കാരായ ബിസിനസ്സുകാർക്ക് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവ് വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ഏപ്രിൽ മാസം ബിസിനസ്സിൽ വലിയ കുതിച്ചുചാട്ടങ്ങളോ അല്ലെങ്കിൽ വലിയ നഷ്ടങ്ങളോ ഉണ്ടാകില്ല. ഒരു സാധാരണ നിലയിൽ ബിസിനസ് മുന്നോട്ടു പോകും. ഇതിനെ ഒരു ന്യൂട്രൽ മാസമായി കണക്കാക്കാം. അതുകൊണ്ട് തന്നെ ഈ സമയം വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങൾക്കായി ബിസിനസ് പ്ലാനുകൾ തയ്യാറാക്കാനും പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും നിങ്ങൾ ഉപയോഗിക്കണം. മെയ് മാസമാകുന്നതോടെ ബിസിനസ്സിൽ കാര്യമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏകദേശം 70% പുരോഗതി ഈ മാസം പ്രതീക്ഷിക്കാം.
മുടങ്ങിക്കിടന്ന ഇടപാടുകൾ പുനരാരംഭിക്കാനും കൂടുതൽ ഉപഭോക്താക്കളെ കണ്ടെത്താനും ഈ സമയത്ത് സാധിക്കും. ചുരുക്കത്തിൽ ബിസിനസ് ലാഭത്തിന്റെ പാതയിലേക്ക് കൃത്യമായി പ്രവേശിക്കുന്ന സമയമാണിത്. ഈ 3 മാസങ്ങളിൽ ബിസിനസ്സുകാർക്ക് ഏറ്റവും മികച്ച മാസം ജൂൺ ആയിരിക്കും. സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഈ മാസം നിങ്ങളെ തേടിയെത്തും. ബിസിനസ് വിപുലീകരിക്കാനോ പുതിയ നിക്ഷേപങ്ങൾ നടത്താനോ ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. നിങ്ങൾ ഇനി പറയുന്ന ഏതെങ്കിലും മേഖലയുമായി ബന്ധപ്പെട്ട ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ ഈ കാലയളവിൽ വലിയ ലാഭം നേടാൻ സാധിക്കും. സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് തുടങ്ങിയ മേഖലയിലുള്ളവർക്ക് പുതിയ പ്രൊജക്റ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. മെഡിക്കൽ ഷോപ്പുകൾ നടത്തുന്നവർക്കും മരുന്ന് കച്ചവടം ചെയ്യുന്നവർക്കും ഈ സമയം വളരെ ലാഭകരമായിരിക്കും. കൃഷി സംബന്ധമായ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്കും കർഷകർക്കും ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില ലഭിക്കാനും വിളവ് മെച്ചപ്പെടാനും ഈ കാലയളവ് സഹായിക്കും. ഭൂമി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നവർക്ക് വളരെ ലാഭകരമായ ഡീലുകൾ ജൂൺ മാസത്തിൽ ഒപ്പിടാൻ സാധിക്കും. ചുരുക്കത്തിൽ മിഥുനൻ രാശിക്കാർക്ക് വരാനിരിക്കുന്ന ഈ 3 മാസങ്ങൾ ഭാഗ്യത്തിന്റെയും പുരോഗതിയുടെയും കാലമാണ്. ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ കഴിവിനൊപ്പം ശരിയായ പ്രാർത്ഥനകളും ഈശ്വരവിശ്വാസവും കൂടി ചേരുമ്പോൾ വിജയം സുനിശ്ചിതമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.